എങ്ങനെയുണ്ട് എല്ലാരും മൊഞ്ചായിണ്ടല്ലോ. ഈദ് ഇത് ഹൃദയത്തിന്റെ ആഘോഷം. തൃത്താല മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും MP രാജേഷ് മത്സര രംഗത്തിറങ്ങി. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ കൂറ്റനാട് ടൗണിൽ LDFിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദപ്രകടനവും നടന്നു. തൃത്താലയിൽ MP രാജ് തുടരുമെന്ന പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് നൂറുകണക്കിന് പ്രവർത്തകർ ആഹ്ലാദപ്രകടനത്തിൽ അണിനിരന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിറവേറ്റൽ മാത്രമല്ല, തൃത്താലക്കാർ നൽകിയ സ്നേഹവും വിശ്വാസവും തിരിച്ചു നൽകുവാനുള്ള കഠിന പ്രയത്നമാണ് നടത്തി വന്നിരുന്നതെന്ന് ആഹ്ലാദ പ്രകടന യോഗത്തിൽ സംസാരിക്കവേ MP രാജേഷ് പറഞ്ഞു. തൃത്താലയിൽ നടപ്പാവില്ലെന്ന് കരുതിയ പല പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. 5 വർഷം മുമ്പ് തൃത്താല വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്നേഹവും വിശ്വാസവുമാണ് LDFിലും LDFിന്റെ സ്ഥാനാർത്ഥിയായ എന്നിലും അർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷം തൃത്താലയുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ചുമതല നിർവഹിക്കലായിരുന്നില്ല എന്റെ പ്രവർത്തനം. അർപ്പിച്ച വിശ്വാസവും സ്നേഹവും തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള വിശ്രമമില്ലാത്ത കഠിനമായ പ്രവർത്തനമാണ് നടത്തിയത്. തൃത്താല ഏറെക്കാലം കാത്തിരുന്ന നടക്കാതെ പോയ പദ്ധതികൾ ഓരോന്നോരോന്നും യാഥാർത്ഥ്യമാകുന്നതിന് കഴിഞ്ഞ 5 വർഷം സാക്ഷ്യം വഹിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയ ഒരു മണ്ഡലമായി തൃത്താല മാറി. നേതാക്കളായ TP മുഹമ്മദ്, PN മോഹനൻ, MK പ്രദീപ്, VP റജീന, TP ഷഫീഖ്, KA ഷംസു, AK ഷാനിബ് എന്നിവർ നേതൃത്വം നൽകി.